വളരെ വളരെ വിലയേറിയ ഒരു മന്ത്രമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഏവർക്കും അറിയാവുന്നതാണ്, വളരെ സുപരിചിതമാണ് ആ മന്ത്രം. പിന്നെ എന്തിനാണ് ഇത് പറയുന്നത് എന്ന് ചോദിച്ചാൽ, പരിപൂർണമായി മനസ്സിലാക്കാൻ കഴിയാത്തതായി ചിലരെങ്കിലും ഉണ്ടാകും. അതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടി, അവരിലേക്ക് അപൂർണമായ തലത്തെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എളിയ പരിശ്രമമായി ഇതിനെ കണ്ടാൽ മതി. അപ്പോൾ ഈ സമയക്കുറവുള്ള ഈ കാലഘട്ടത്തിൽ ഞങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കണോ എന്നുള്ള ചോദ്യം ചിലരിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടാകും. സമയമുണ്ടെങ്കിൽ ഒരല്പസമയം ഇതിനു വേണ്ടി മാറ്റിവെക്കുക. ഇത് അറിയുന്നത് മൂലം അല്ലെങ്കിൽ മനസ്സിലൊന്ന് ഉറപ്പിക്കുന്നത് മൂലം ഒരു ദോഷവും വരില്ല, മറിച്ച് അല്പമെങ്കിലും ഗുണമേ വരും. കാരണം ഇവയെല്ലാം ദേവമുഖത്ത് നിന്ന് ലഭിച്ചിട്ടുള്ളതാണ്, വേദമാണ്. വേദം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അറിവ് അല്ലെങ്കിൽ ജ്ഞാനം എന്നതാണ്. പരിപൂർണ ജ്ഞാനത്തിനുടമകളാക്കുക നമ്മളെ, അതാണ് വേദം. അങ്ങനെ വരുമ്പോൾ വേദവിധി പ്രകാരം മന്ത്രങ്ങളിൽ വെച്ച് മന്ത്രമാത എന്നറിയപ്പെടുന്നതാണ് ഗായത്രി മന്ത്രം. സമസ്ത മന്ത്രങ്ങളുടെ മാതാവായിട്ടാണ് ഗായത്രിയെ പറയുന്നത്. ദേവി ഭാഗവതത്തിൽ അതിൻ്റെ വർണ്ണന വളരെ ഉജ്ജ്വലകരമായ രീതിയിലാണ്. അനേകം പേരുകളിലാണ് ഗായത്രി ആദരിക്കപ്പെടുന്നത്. മറ്റൊന്ന്, ഇത് ഗായത്രി ഛന്ദസ്സിൽ രചിക്കപ്പെട്ടിരിക്കുന്നതിനാൽ ഇതിനെ ഗായത്രി എന്ന് വിളിക്കുന്നു. ഗാനം ചെയ്യുന്നവനെ അല്ലെങ്കിൽ ജപിക്കുന്നവനെ സർവ്വവിധമായ സങ്കടങ്ങളിൽ നിന്ന് ത്രാണനം ചെയ്യുന്നതിനാൽ, ഉയർത്തുന്നതിനാൽ ഇതിനെ ഗായത്രി എന്നും വിളിക്കുന്നു. പിന്നെയുമുണ്ട് അനേകമർത്ഥം. സവിത ആണ് ഈ മന്ത്രത്തിന്റെ ദേവത. അതുകൊണ്ട് തന്നെ ഇത് സാവിത്രി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. മന്ത്രരാജ എന്ന പേരിലും അറിയപ്പെടുന്ന മന്ത്രമാണ് ഗായത്രി. കാരണം മന്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമം, അത്യുത്തമം എന്ന് പറയുന്നതായിരിക്കും ശരി. ഇനിയുമോ അഭീഷ്ട കാര്യസിദ്ധിക്ക് ഇതിനോളം തക്ക പ്രയോജനം നൽകുന്ന മറ്റൊരു മന്ത്രമേ ഇല്ല. അതുകൊണ്ട് തന്നെ മന്ത്രങ്ങളിൽ വെച്ച് കാമധേനു എന്നാണ് ഋഷിപരമ്പരകൾ ഈ മന്ത്രത്തെ അഭിസംബോധന ചെയ്തത്. ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഈ മന്ത്രം എത്രത്തോളം വിലയേറിയതാണ്, എത്രത്തോളം ഗംഭീരമാണ്, അഭീഷ്ടകാര്യസിദ്ധിക്ക് എത്രത്തോളം പ്രയോജനപ്രദമാണ് എന്ന് തീർച്ചയായും മനസ്സിലാക്കി കാണും. ഏതൊരു ഗുരുവരനും തൻ്റെ ശിഷ്യന് ഉപദേശിച്ചു കൊടുക്കുന്ന ആദ്യത്തെ മന്ത്രം ഇത് തന്നെയാണ്. ഗുരുമുഖത്ത് നിന്ന് ആദ്യം ലഭിക്കുന്നത് കൊണ്ട് ഗുരുമന്ത്രം എന്ന പേരിലും ഇത് പ്രസിദ്ധമാണ്. അപ്പൊ എന്താണ് ആ മന്ത്രം? നമ്മൾക്ക് ഇവർക്കും അറിയാം. ഓം ഭുർഭുവസ്വഹ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഏവർക്കും സുപരിചിതം തന്നെയാണ് മന്ത്രം. എങ്കിലും എന്താണ് ഇതിൽ പറഞ്ഞത്? അല്ലെങ്കിൽ ഈ ഗായത്രി ചിലർ പറയുന്നത് കേൾക്കാം, അനേക വർഷങ്ങളായി ജപിക്കുന്നു, ഒരു പ്രയോജനവും ഇല്ല എന്ന്. എന്തുകൊണ്ടാണ് പ്രയോജനം ലഭിക്കാത്ത? ഗായത്രി മന്ത്രത്തിന്റെ കുഴപ്പമല്ലേ അത്? കാരണം ഗായത്രി മന്ത്രം ജപിച്ചുകൊണ്ട് മാല ഉരുട്ടിയത് കൊണ്ടോ അല്ലെങ്കിൽ കണ്ണടച്ചിരുന്നത് കൊണ്ടോ യാതൊരു പ്രയോജനവുമില്ല. അധരത്തിലൂടെ ഗായത്രി വന്നതുകൊണ്ട് മാത്രം അതിന്റെ പ്രയോജനം ലഭിക്കില്ല. അന്തർമനസ്സ് മാലിന്യമുക്തമാവുക തന്നെ വേണം. മലിനത്താൽ നിറയപ്പെട്ട മനസ്സിലൂടെയാണ് കടന്നു പോകുമ്പോഴാണ് ഇത് ജപിക്കുന്നതെങ്കിൽ ഒരു പ്രയോജനവുമില്ല. അതുകൊണ്ട് തന്നെ കുശുംബ, ഉന്നായ്മ ഇത്യാദി ദുർചിന്തകളെ, മതമത്സരാദികൾ, അന്യന് ദ്രോഹം വരണം, അന്യന്റെ അപഹരിക്കണം ഇത്യാദി സ്വാർത്ഥതകളെല്ലാം ഉപേക്ഷിച്ച് എൻ്റെ ഉള്ളിൽ തന്നെയുള്ള ജീവചൈതന്യം തന്നെയാണ് സമസ്ത ജീവജാലങ്ങളിലും ഉള്ളിലുള്ളത്. അതുകൊണ്ട് തന്നെ എന്നെ പ്രചോദിപ്പിക്കുന്ന ആ ചൈതന്യം സമസ്ത ജീവജാലങ്ങളെയും പ്രചോദിപ്പിക്കും. എന്നെ അറിയുന്ന ആ ചൈതന്യം സമസ്ത ജീവജാലങ്ങളെയും അറിയും എന്ന ബോധത്തോടു കൂടി ജപിച്ചാൽ, സ്വാർത്ഥരഹിതമായി ജപിച്ചാൽ, അർപ്പണ ബുദ്ധിയോടുകൂടി ജപിച്ചാൽ തീർച്ചയായും ഗായത്രി മന്ത്രം അതിൻ്റെ ഫലത്തെ നൽകും. കാരണം ഋഷിപരമ്പരകൾ സ്വന്തം അനുഭവത്തിൽ നിന്ന് ആർജിച്ചെടുത്ത പരമമായ യാഥാർത്ഥ്യമാണ് അത്. അതുകൊണ്ട് തന്നെ ആ മന്ത്രത്തിന്റെ ഫലത്തെ നമ്മൾക്കൊന്ന് അറിയുവാൻ ശ്രമിക്കാം. ഓം ഭുർഭുവസ്വഹ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ഭൂർഭുവ സ്വർലോകങ്ങളെല്ലാം ബ്രഹ്മം തന്നെയാണ്, ബ്രഹ്മത്തിൽ തന്നെയാണ്. അതായത്
സമസ്ത ലോകങ്ങളും ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മത്തെ ആശ്രയിച്ച് തന്നെയാണ് വർത്തിക്കുന്നത്. സർവപ്രകാശകനും സ്വയം ജ്യോതിർമയനുമായ പരമമായ സത്യത്തെ കരചരണ മനസ്സുകളെ പ്രകാശിപ്പിക്കുന്ന സൂര്യമണ്ഡലത്തിലെ ആ തേജസ്സിനെ ഞങ്ങൾ ധ്യാനിക്കുന്നു. വരേണ്യമായ അതിശ്രേഷ്ഠമായ ആ മഹത് വൈഭവം ഞങ്ങളുടെ ബുദ്ധിയെ പ്രചോദിപ്പിക്കട്ടെ, നിരന്തരം ഉന്നതിയിലേക്ക് ഞങ്ങളെ ഉയർത്തട്ടെ എന്നതാണ് ഈ മന്ത്രത്തിൻ്റെ ഏറ്റവും ലഘുവായ സാരം. ഇനിയും ഇത് ജപിച്ചത് കൊണ്ട് എന്താണ് പ്രയോജനം? തുടക്കത്തിൽ പറഞ്ഞല്ലോ, അതാണ് ഈ മന്ത്രം, ഇതാണ് ഈ മന്ത്രം. എന്താണ് അങ്ങനെ പറഞ്ഞതിനുള്ള കാരണം എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ, ഈ മന്ത്രം ജപിക്കാൻ ശ്രമിക്കുന്നവർ ഈ മന്ത്ര ജപം കൊണ്ട് പ്രയോജനം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ചെയ്യേണ്ടത് എന്താണ്? സ്വസ്ഥമായി എവിടെയെങ്കിലും ഒരിടത്തിരുന്നിരിക്കുക, അവനവന് ഇഷ്ടമുള്ള രീതിയിൽ ഇരുന്നു കൊണ്ട് എൻ്റെ നട്ടെല്ലിൻ്റെ അടിഭാഗത്തുള്ള പ്രദേശത്ത് എൻ്റെ ശരീരത്തെ മുഴുവൻ ദ്യോതിപ്പിക്കുന്ന ഉജ്ജ്വലകരമായ ചൈതന്യം വർദ്ധിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം. പിന്നീട് എന്ത് ചെയ്യണം? ആ ചൈതന്യത്തിനെ സൂര്യന് തുല്യം കാണണം. സൂര്യൻ്റെ പ്രകാശത്തിന് ചൂടാണെങ്കിൽ ഉള്ളിലുള്ള ഈ ഉജ്ജ്വലകരമായ സൂര്യൻ്റെ പ്രകാശം കുളിർമയെയും ശരീരത്തിൻ്റെ സമസ്ത ഭാഗങ്ങളെയും ദ്യോതിപ്പിക്കുന്നതായും ഉജ്ജ്വലകരമായ പ്രകാശത്താൽ ധന്യമാക്കുന്നതായും മനസ്സിൽ സങ്കല്പിക്കണം. അങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് വേണം ഗായത്രി മന്ത്രം ജപിക്കേണ്ടത്. എപ്രകാരമാണ് എന്ന് ലളിതമായി നമുക്കൊന്ന് പരിശോധിക്കാം. ധ്യാനിക്കാനിരിക്കുമ്പോൾ നട്ടെല്ലിൻ്റെ അടിയിലുള്ള ഭാഗത്താണ് എൻ്റെ പരമമായ ഊർജം കുടികൊള്ളുന്നത് എന്ന് ചിന്തിക്കുന്നു. ആ ഊർജത്തിനെ സൂര്യ ആകൃതിയിലേക്ക് മനക്കൊണ്ടുകൊണ്ട് കാണാൻ ശ്രമിക്കുന്നു. ഉജ്ജ്വലകരമായ പ്രകാശവും അതികുളിർമയും സമസ്ത സങ്കടങ്ങളെയും അശുദ്ധികളെയും പരിപൂർണമായി നിമഞ്ജനം ചെയ്യുന്ന, ഉന്മൂലനം ചെയ്യുന്ന, ഭസ്മീകരിക്കുന്ന ആ ഉജ്ജ്വലകരമായ പ്രകാശത്തെ ഞാൻ കാണുന്നു. കണ്ടിട്ടോ? അവിടെ നിന്ന് പടിപടിയായി നമ്മൾ ഉയർത്തുകയാണ്. മൂലാധാരത്തിലെ ആ ചൈതന്യത്തെ, ഊർജ ദാതാവായ ആ സൂര്യനെ നമ്മൾ സ്വയം സങ്കല്പിച്ചുകൊണ്ട് മൂലാധാരത്തിൽ നിന്ന് ധുർ എന്ന മാഭീ പ്രദേശത്തിലേക്ക് പടിപടിയായി ഉയർത്തുന്നു. മാഭീ പ്രദേശത്തിലേക്ക് എത്തിച്ച് ആ പ്രദേശം മുഴുവൻ ആ സൂര്യകിരണങ്ങൾ വ്യാപിക്കുന്നതായും അതിൻ്റെ കുളിർമയെയും ശക്തിയെയും സ്വീകരിക്കുന്നതായും സങ്കല്പിച്ചുകൊണ്ട് വീണ്ടും അവിടെ നിന്ന് ഭുവ എന്ന നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് ആ സൂര്യകിരണത്തിന് തുല്യമായ ഉജ്ജ്വലകരമായ എനർജി എത്തിക്കണം. തുടർന്ന് നെഞ്ചിൻ്റെ ഭാഗം മുഴുവൻ ആ ചൈതന്യം വ്യാപിക്കുന്നതായും ആ പ്രദേശത്തെ മുഴുവൻ ദീപ്തമാക്കുന്നതായും ആ പ്രദേശത്തിലെ കോശങ്ങളെ മുഴുവൻ ഊർജ്ജസ്വലമാക്കുന്നതായും കണ്ടുകൊണ്ട് സ്വ എന്ന ഖണ്ഡപ്രദേശത്തേക്ക് സങ്കല്പിക്കണം. ആ ഖണ്ഡപ്രദേശത്തിലെ മുഴുവൻ ഭാഗങ്ങളിലും ഈ പ്രകാശം പ്രതിഫലിക്കുന്നു എന്നും ആ പ്രദേശങ്ങൾ മുഴുവൻ ആക്ടിവേറ്റഡ് ആകുന്നു എന്നും ആ പ്രദേശം ഊർജ്ജസ്വലത കൈവരിക്കുന്നു എന്നും ഈ സൂര്യകിരണത്തിൻ്റെ കുളിർമ അവിടെ മുഴുവൻ വ്യാപിക്കുന്നതായും കണ്ടുകൊണ്ട് തത് എന്ന ഭൂമണ്ഡലത്തിലേക്ക് ഈ ചൈതന്യത്തെ എത്തിക്കണം. ആ ചൈതന്യം ഭൂമണ്ഡലത്തിൽ മുഴുവൻ വ്യാപിക്കുന്നു. അനേകായിരം സൂര്യകിരണങ്ങൾക്ക് തുല്യമുള്ള പ്രഭ ഒഴിച്ചുകൊണ്ട് എൻ്റെ ഭൂമണ്ഡലത്തിലെ സമസ്ത ഭാഗത്തിലേക്കും ഈ ചൈതന്യം വ്യാപിക്കുന്നതായും ആ ഭാഗം മുഴുവൻ വളരെയേറെ കുളിർമ അനുഭവിക്കപ്പെടുന്നതായും സങ്കല്പിച്ചുകൊണ്ട് പിന്നീട് തലച്ചോറ് മുഴുവൻ നട്ടുച്ച നേരത്ത് സൂര്യൻ ഈ വിശ്വപ്രകൃതി മുഴുവൻ തൻ്റെ ശക്തിയെ ശക്തിയുക്തം പ്രതിഫലിപ്പിക്കുന്നത് പോലെ, അല്ലെങ്കിൽ പ്രസരിപ്പിക്കുന്നത് പോലെ, അല്ലെങ്കിൽ എത്തിക്കുന്നത് പോലെ നമ്മുടെ മനസ്സിലെ ആ തേജസ് എനർജി നമ്മുടെ ശിരസിനെ മുഴുവൻ ദ്യോതിപ്പിക്കുന്നതായി കാണുന്നു. എൻ്റെ ശിരസ് മുഴുവൻ, നാഡീനരമ്പുകൾ മുഴുവൻ ഉത്തേജിപ്പിക്കപ്പെടുന്നു. ശിരസ് മുഴുവൻ ആ സൂര്യൻ്റെ കിരണങ്ങളാൽ ഊർജ്ജസ്വലമാകുന്നു. ഉൾസൂര്യൻ്റെ കുളിർമയാൽ
എൻ്റെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും ഗംഭീരമായ തലത്തിലേക്ക് എത്തുന്നു. അലസതയും മാലിന്യവും രോഗപീഠകളും എല്ലാം എന്നെ വിട്ടകന്നു പോകുന്നു. ആ സൂര്യകിരണത്തിൻ്റെ ഉജ്ജ്വലകരമായ ശക്തിയുടെ സാന്നിധ്യത്താൽ എൻ്റെ ശരീരഭാഗങ്ങൾ മുഴുവൻ ദീപ്തമാകുന്ന വിശിഷ്യ എൻ്റെ ശിരസിലെ ശിരോഭാഗം മുഴുവൻ സഹസ്രാരപത്മമടക്കമുള്ള സമസ്ത ഭാഗങ്ങളും വളരെ വളരെ ഊർജസ്വലമാകുന്നു. കണ്ടുകൊണ്ടാണ് ഈ ഗായത്രി മന്ത്രം ജപിക്കുന്നതെങ്കിൽ യാതൊരു സംശയവുമില്ല, ശരീരം മുഴുവൻ ആക്ടിവേറ്റഡ് ആകും. ഇനിയും കുറെ കൂടി അത് മനസ്സിലാക്കുന്ന രീതിയിലേക്ക് പറഞ്ഞാൽ, നമ്മൾക്ക് നമ്മുടെ ശരീരത്തിന് എവിടെ നിന്നാണ് ഊർജം കിട്ടുന്നത്? നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ ആഹാരം കഴിച്ച് അത് ശരീരത്തോട് ചേർന്നെങ്കിലാണ് ശരീരത്തിന് ഊർജം കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ആഹാരം കഴിക്കണമെങ്കിൽ ഒരു ഊർജം വേണ്ടേ? വേണമല്ലോ. കാരണം ആഹാരം കഴിക്കുക എന്നത് ഊർജത്തിന്റെ സാന്നിധ്യത്തിൽ മാത്രം നടക്കുന്ന കാര്യമാണ്. ഊർജമില്ലെങ്കിൽ ചെയ്യാനേ കഴിക്കില്ല. കാരണം മരിച്ചു കിടക്കുന്ന ഒരാൾക്ക് ആഹാരം കൊടുത്തിട്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ എൻ്റെ ശരീരത്തിന് ഊർജം ലഭിക്കുന്നത് ഞാൻ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ്. ഇനിയും ആ ആഹാരം കഴിക്കുന്നതിന് മുമ്പ് എന്നിൽ ഊർജം ഇല്ലായിരുന്നുവെങ്കിൽ എനിക്ക് ആഹാരം കഴിക്കുവാൻ കഴിയുമായിരുന്നോ എന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നു. അപ്പോൾ ഈ ഊർജം എവിടെയാണ് കുടികൊണ്ടിരുന്നത്? അത് ആധുനിക സയൻസും പറയുന്നു, മനുഷ്യ ശരീരത്തിലെ മെഡുല ഒബ്ലങ്കേറ്റ എന്ന ഭാഗത്താണ് ഈ ഊർജം ക്രോഡീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സംഭരിക്കപ്പെട്ടിരിക്കുന്നത്. ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളുടെയും നിയന്ത്രിക്കുന്നതും അതാതു സമയത്ത് എപ്രകാരം പ്രവർത്തിക്കണമെന്ന ഓർഡർ നിർദ്ദേശം പുറപ്പെടുവിക്കുന്നതും ശിരോഭാഗങ്ങൾ തന്നെയാണ്, സഹസ്രാരപത്മങ്ങൾ തന്നെയാണ്. ഒരു മനുഷ്യ ശരീരത്തിൽ ഏറ്റവും നിർണായകമായ അല്ലെങ്കിൽ ഏറ്റവും നിസ്തുലമായ സ്വാധീനം ചെലുത്തുന്ന ഭാഗമാണ് ഈ മെഡുല ഒബ്ലങ്കേറ്റ. ഈ മെഡുല ഒബ്ലങ്കേറ്റയുടെ ഭാഗത്ത് അനേകം നാഡീനരമ്പുകളുണ്ട്. ഈ നാഡീനരമ്പുകളുടെ ഉത്തേജനത്തിനനുസരിച്ചായിരിക്കും നമ്മുടെ സമസ്ത പ്രവർത്തികളും ഉത്തേജിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തെ നാഡീനരമ്പുകളെ മുഴുവൻ ഉത്തേജിപ്പിക്കപ്പെടുകയാണ് ഈ മന്ത്ര സാധനയിലൂടെ ചെയ്യുന്നത്. ഉൾസൂര്യനെ ക്രമാനുഗതമായി ശരീരത്തിന്റെ സമസ്ത ഭാഗങ്ങളിലും വിശിഷ്യ ഷഡാധാര ചക്രങ്ങളിലേക്ക് എത്തിച്ച് ദീപ്തമാക്കുകയും ശരീരത്തിനെ ഓജസ് ലഭിക്കത്തക്ക രീതിയിൽ ഉയർത്തുകയും ചെയ്യുന്ന അതിബൃഹത്തായ ഒരു സാധന പ്രക്രിയയാണ് ബുദ്ധിയുടെ ഉന്നതമായ തലത്തിലേക്ക് എത്തിയ നമ്മുടെ ഋഷി പരമ്പരകൾ നമ്മൾക്കായി തന്നത്. ആ ദിവ്യമായ കനിവിനെ, അനുഗ്രഹത്തെ വിസ്മരിക്കാൻ പാടില്ല. ഉലകകാലത്ത് ഗായത്രി ജപിക്കുന്നവൻ സർവ്വവിധമായ ശത്രുഭയത്തിൽ നിന്നും സങ്കടങ്ങളിൽ നിന്നും, എന്തിന്, തൻ്റെ തൊട്ട് മുമ്പിൽ നിൽക്കുന്ന ഒരുത്തൻ എന്താണ് തന്നെപ്പറ്റി ചിന്തിച്ചത് എന്നറിയാനുള്ള കഴിവ് പോലും ക്രമാനുഗതമായി ലഭിക്കുമെന്ന് പറയുന്നു. മറ്റൊരാളുടെ മനസ്സിനെ മനസ്സിലാക്കുവാനുള്ള കഴിവ് പോലും ലഭിക്കും. കാരണം അങ്ങനെ ലഭിക്കണമെങ്കിൽ എൻ്റെ മനസ്സും പ്രവൃത്തിയും എല്ലാം ശുദ്ധമായിരിക്കണം. മറിച്ച് മന്ത്രം ജപിക്കുകയും ചെയ്യും, പ്രവൃത്തി മുഴുവൻ അശുദ്ധവുമായിരിക്കും, മനസ്സ് മുഴുവൻ മാലിന്യവുമാണെങ്കിൽ ഒരു പ്രയോജനവും ഒരിക്കലും ലഭിച്ചില്ല. ഒടുക്കം മന്ത്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് നടക്കേണ്ടി വരും. ഇവിടെ മന്ത്രത്തിന് ഒരു കുഴപ്പവുമില്ല. മന്ത്രം ദീപ്തം തന്നെയാണ്, ഉജ്ജ്വലം തന്നെയാണ്, ഉദാത്തമായിട്ടുള്ളത് തന്നെയാണ്. അതിൻ്റെ അനുഭവത്തെ നേരിട്ട് അറിഞ്ഞവരായിരുന്നു ഭാരതത്തിലെ ഋഷിപരമ്പരകളിൽ ഭൂരിഭാഗവും. അതുകൊണ്ട് തന്നെയാണ് പർണശാലകളിലെല്ലാം നിർബന്ധപൂർവം പുലർകാലത്ത് ഗായത്രി ജപിപ്പിച്ചിരുന്നതും. അതുകൊണ്ട് മാത്രമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ അടക്കമുള്ളവർ ഗുരുമുഖത്ത് നിന്ന് അത് ശ്രവിക്കുകയും നിരന്തര സാധനയുടെ ഭാഗമാക്കി ശ്രീകൃഷ്ണനും ശ്രീരാമചന്ദ്രനും എല്ലാം പുരാണങ്ങളിലെല്ലാം നമ്മൾക്ക് വ്യക്തമായി കാണാൻ കഴിയും. നമ്മൾ ആ മന്ത്രത്തിന്റെ മഹത്വത്തെ പറ്റി മറക്കാതിരിക്കുക. അതുകൊണ്ട് ഗായത്രി മന്ത്രം ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാക്കുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനസ്സിൽ വേണം ഈ പ്രോസസ്സ് നടക്കേണ്ടത്, പ്രവർത്തനം നടക്കേണ്ടത്. അങ്ങനെ ഉൾമനസ്സുകൊണ്ട് ഇപ്രകാരം ചിന്തിച്ചുകൊണ്ടാണ് ഗായത്രി ജപിക്കുന്നതെങ്കിൽ യാതൊരു സംശയവുമില്ല, അതിൻ്റെ ഫലം ലഭിക്കും. കാരണം സമസ്ത ജീവജാലങ്ങളെ പ്രകാശമയമാക്കുന്നതും സ്വയം പ്രകാശരൂപനുമായ പരമമായ ചൈതന്യത്തെ ഭക്തി ആദരപൂർവം ഞാൻ പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യമായ ചൈതന്യം എന്നെ പരിപൂർണമായ ഉന്നതിയിലേക്ക്, സർവവിധമായ ഐശ്വര്യത്തിലേക്ക് കൈപിടിച്ചുയർത്തട്ടെ എന്നതാണ് ആ മന്ത്രത്തിന്റെ ലക്ഷ്യം. പ്രാർത്ഥന ആണ്. ഗായത്രി നിരന്തരം 1000 ജപിക്കുന്നവൻ സർവവിധമായ വ്യാധികളിൽ നിന്ന് മുക്തനാകും, സർവവിധമായ ക്ഷയങ്ങളിൽ നിന്ന് മുക്തനാകും.
ഏറ്റവും ഉത്തമമാണ് ദിനംതോറും 1001 പ്രാവശ്യം ഗായത്രി ജപിക്കുന്നത്. ഏറ്റവും ഉത്തമമായ മന്ത്രസാധന. പിന്നീട് പറയുന്നു മധ്യമമായിട്ടുള്ളതാണ് 108 പ്രാവശ്യം ഗായത്രി ജപിക്കുക എന്നത്. മധ്യമതലമാണ്. ജപിക്കാതിരിക്കുക എന്ന് പറയുന്നത് അധമമാണ്. ഇനിയും 1000 ജപിച്ചാലും 108 ജപിച്ചാലും 8 ജപിച്ചാലും ശരി, ജപിക്കുമ്പോൾ ഉൾമനസ്സിനെ ശുദ്ധമാക്കാതെ എത്ര ഒരു ജപിച്ചിട്ടും ഒരു പ്രയോജനവുമില്ല. മറിച്ച് ഉൾമനസ്സ് ശുദ്ധമാണെങ്കിൽ കരചരണങ്ങളും അതോടൊപ്പം ഉൾമനസ്സും പരിപൂർണമായ പരിശുദ്ധിയെ പാലിച്ചുകൊണ്ട് ആ ദിവ്യമായ ചൈതന്യത്തെ സ്മരിക്കുന്നതെങ്കിൽ തീർച്ചയായും മന്ത്രം അർഹിക്കുന്ന ഫലം നൽകും. അതുകൊണ്ട് സർവ്വരോഗങ്ങളിൽ നിന്ന് മുക്തനാകുവാൻ ആഗ്രഹിക്കുന്നവർ, സർവ്വസങ്കടങ്ങളിൽ നിന്ന് കരകയറുവാൻ ആഗ്രഹിക്കുന്നവർ, സ്വയം സൂര്യന് തുല്യം ജ്വലിച്ച് മറ്റുള്ളവർക്ക് പ്രകാശം പരത്തുവാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും മേഖലകളിൽ ഉജ്ജ്വലമായ വിജയം നേടുവാൻ നമ്മൾക്ക് കഴിയും. അതിനുവേണ്ടി നമ്മുടെ ഋഷിപരമ്പരകൾ നമ്മൾക്ക് തന്ന ദിവ്യമായ ഔഷധമാണ് ഗായത്രി മന്ത്രം. അതിന് തുല്യം മറ്റൊന്നുമില്ല. ആയതിനാൽ ആ പരബ്രഹ്മമയ്യായ ചൈതന്യ സ്വരൂപമായ ഉജ്ജ്വലകരമായ ആ ഗായത്രിയെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഓരോ ദിനവും തുടങ്ങും. വിജയം സുനിശ്ചിതമായി.